എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ചിന്തയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൻ്റെ ചിന്തകളിലേക്ക് വരാം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് പ്രത്യേകിച്ച് ടെലിവിഷനിലൂടെ എന്നെ കാണുന്നവരെ ഞാൻ ക്ഷണിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം ദയവായി നിങ്ങൾ ശ്രദ്ധിക്കൂ. 12-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കാൻ വേണ്ടി പോവുകയാണ്. 28-ാമത്തെ വാക്യം മുതൽ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഹല്ലേലൂയ. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട്. വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചോ ജോസ് ബ്രദറെ. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആ വാക്യം 28-ാമത്തെ വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ഒന്ന് ചേർന്നൊന്ന് പറഞ്ഞ്. ഇളകാത്ത രാജ്യം. എല്ലാവരും പറഞ്ഞില്ലല്ലോ, ചേർന്ന് തൻ്റെ ഇടത്തോടെ ഒച്ചത്തിൽ പറഞ്ഞ് ഇളകാത്ത രാജ്യം. ഹല്ലേലൂയ. നമ്മൾ പ്രാപിക്കുന്ന രാജ്യത്തിൻ്റെ പേരെന്താണ്? ഇളകാത്ത രാജ്യം. ഒന്നുകൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞ്. ഇളകാത്ത രാജ്യം, ഇളകാത്ത രാജ്യം, ഇളകാത്ത രാജ്യം, ഇളകാത്ത രാജ്യം, ഇളകാത്ത രാജ്യം. ഷെയ്ക്കില്ലാത്ത ഒരു കിങ്ഡമാണ്, ഇളക്കമില്ലാത്ത ഒരു രാജ്യമാണ് ഞാനും പ്രാപിക്കുന്നത്. ഞാൻ ഈ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ സാഹചര്യം ഒന്ന് വിശദീകരിച്ചാലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ സാഹചര്യം വിശദീകരിക്കുമ്പം 11-ാം അധ്യായം മുതലേ ഇത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 11-ാം അധ്യായം നോക്കിയാൽ നിങ്ങൾക്കറിയാം, അവിടെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം പഴയ നിയമ വിശുദ്ധന്മാരാകുന്ന സാക്ഷികളുടെ വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ആരംഭിക്കുകയാണ് ആ അധ്യായം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞ് 11-ാം അധ്യായം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നത് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരോട്, പഴയ നിയമത്തിലെ പിതാക്കന്മാരോട് ദൈവം എങ്ങനെ സംസാരിച്ചു, പഴയ നിയമത്തിലെ പിതാക്കന്മാരോട് ദൈവം എങ്ങനെ സംസാരിച്ചു, ആ സംസാരിച്ചപ്പോൾ ഉള്ള ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു, ഇതിൻ്റെ ആഴമാണ് ഈ വാക്യത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ആ സംസാരിച്ചപ്പോൾ എന്തു പറ്റിയായിരുന്നു? ഇങ്ങോട്ട് നോക്കിയേ. പഴയ നിയമ വിശുദ്ധന്മാരുടെ അടുക്കൽ അവർക്ക് കൊടുത്ത വാഗ്ദത്തം എന്തായിരുന്നു? അവർക്ക് കൊടുത്ത വാഗ്ദത്തം പാലും തേനും ഒഴുകുന്ന നാട് കൊടുക്കാമെന്നായിരുന്നു. പാലും തേനും ഒഴുകുന്ന നാടിനെ കൊടുക്കാം. അത് പറഞ്ഞാണ് മിസ്രൈമിൽ നിന്ന് 20 ലക്ഷത്തോളം വരുന്ന വലിയ ഇസ്രായേൽ മക്കളുടെ സൈന്യത്തെ വിളിച്ചിറക്കിയതും എല്ലാം. ഭൂമിയിൽ ഒരവകാശം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു രാജ്യം അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കാം എന്നും പറഞ്ഞായിരുന്നു വിളിച്ചിറക്കിയത്. നിങ്ങൾക്ക് ആ സാഹചര്യം കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ദൈവത്തിൻ്റെ വാഗ്ദാനം അതായിരുന്നു. ദൈവം അത് കൊടുക്കാൻ വേണ്ടിയാണ് വിളിച്ചിറക്കിയത്. പക്ഷേ ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഈ പഴയ നിയമത്തിൽ കൊടുത്തതും പുതിയ നിയമത്തിൽ കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പോസ്തലൻ ഈ വാക്യത്തിനകത്ത് വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം എങ്ങനെ അവരോട് സംസാരിച്ചു, പുതിയ നിയമത്തിൽ ദൈവം എങ്ങനെ നമ്മോട് സംസാരിക്കുന്നു. പഴയ നിയമത്തിലെ സംസാരത്തോട് അവൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു, പുതിയ നിയമത്തിലെ സംസാരത്തോട് നിങ്ങളെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പോൾ ആ പഴയ നിയമത്തിലെ ആൾക്കാരോട് ദൈവം എങ്ങനെ സംസാരിച്ചു, അതാ ഇവിടെ നമ്മൾ കേട്ടത്. അരുളി ചെയ്തവനെ അനുസരിക്കണം എന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ നോക്കിയാൽ 25 19 വാക്യം 18 മുതൽ വായിക്കാം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും നോക്കി. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലേക്കല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വന്നിരിക്കുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം, വാക്കുകളുടെ ശബ്ദം, കൊടുങ്കാറ്റ്, മിന്നൽപ്പിൽ, കൂരിരുട്ട് എന്നിവയ്ക്കും അടുക്കലേക്കല്ലല്ലോ. അപ്പോൾ ആരോ അങ്ങനെ അതിൻ്റെ അടുക്കലേക്ക് വന്നല്ലോ. അതുകൊണ്ടാണല്ലോ പറയുന്നത് നിങ്ങൾ അങ്ങനെ അതിൻ്റെ അടുക്കലേക്ക് അല്ലല്ലോ വന്നിരിക്കുന്നതെന്ന് പറയാൻ കാര്യം. ആരാ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിൻ്റെ അടുക്കൽ ചെന്നത്? പഴയ നിയമത്തിലെ വിശുദ്ധന്മാരാണ്. അവിടുന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവുകയാണ്. 19-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. അടുത്തത്, ഞാൻ അത്യന്തം ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ്. 21-ാമത്തെ വാക്യം വായിച്ചേ. 21.
ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം, മോശ പോലും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായി, ആ കാഴ്ചയുടെ ഭീകരത ഭയങ്കരമായിരുന്നു. അപ്പൊ ഇവിടെ പറയുന്ന വാക്യത്തിന്റെ ആശയം നിങ്ങൾക്കിപ്പോൾ തുറന്നു കിട്ടി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. വേറെ ഒന്നുമല്ല ഇവിടെ പറയുന്ന ആശയം. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരോട് ദൈവം ഇടപെട്ട ഇടപാടിന്റെ രീതി ഏതാണ്, ആ ശൈലി എന്താണ്, ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ദൈവം അവരോട് അങ്ങനെ ഇടപെട്ടത്? അവർക്ക് കൊടുത്തത് ഭൗമിക വാഗ്ദത്തമായിരുന്നു. ആ ഭൗമിക വാഗ്ദത്തം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇളകുന്ന രാജ്യത്തിൻ്റെ ഒരു വാഗ്ദത്തമായിരുന്നു. എന്നാൽ നിങ്ങൾക്കും എനിക്കും തന്നിരിക്കുന്ന ഈ ശ്രേഷ്ഠതയുടെ ആഴമാണ് താഴേക്ക് കൊണ്ടുവന്നിട്ട് വിശദീകരിക്കുന്നത്. ഞാൻ അത്യന്തം പേടിച്ചു പറയ്ക്കുന്നുവെന്നും മോശ പറയത്തക്കവണ്ണം ആ കാഴ്ച അതിഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും 22-ാമത്തെ വാക്യം 12-22 സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിന് സ്വർഗത്തിൽ പേരെഴുതി ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവവും ന്യായാധിപതിയും സിദ്ധന്മാരുടെയും നീതിമാന്മാരുടെയും ആത്മാക്കൾക്കും. അടുത്ത് നോക്കി, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കിലേക്ക് മാത്രമേ നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത് സ്ഥൂലമായതും തീകത്വമായ പർവ്വതം, വാക്കുകളുടെ ശബ്ദം, കൊടുങ്കാറ്റ്, മിന്നൽപ്പിടൽ, കൂരിരുട്ട് എന്നിവയ്ക്ക് അടുക്കിലേക്കുമല്ല. നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കിലേക്കാണ്. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്ത് പോരാശക്തിയോടെ ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് നാം അടുത്ത് വന്നിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ്. ഇനി 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 താഴേക്ക് നോക്കിയേ, താഴേക്ക് നോക്കി. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 26-27 വാക്യങ്ങൾ. എബ്രായർ 12:26-27. അവൻ്റെ ശബ്ദം അന്നും ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കലും ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. 27-ാമത്തെ വാക്യം നോക്കി. ഇനി ഒരിക്കൽ എന്നുള്ളിടത്ത് ഇളക്കമില്ലാത്ത 27-ാമത്തെ വാക്യം വായിച്ചു. 12-27. ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇനി ഒന്ന് എന്ന് പറയുമ്പോൾ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്നും ഇളക്കമില്ലാത്ത വേറെന്തോ ഒന്ന് വരുന്നുവെന്നും അതിനകത്തൊന്ന് വ്യക്തമാണ്. ഇങ്ങോട്ട് നോക്കി. ഇളക്കമുള്ളത് ഇപ്പം നിൽക്കുന്നതാണ്, ഇളക്കമില്ലാത്തത് ഇനി വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആശയം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും മറ്റും ഇതിൻ്റെ ആഴം ഇപ്പം ഈ വചന സംസാരത്തിൽ തുറന്നു കിട്ടുമോ എന്ന്. ഞാൻ മാക്സിമം ഇതൊന്ന് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എങ്കിലും നിങ്ങളാൽ ആവോളം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് വചനത്തിൻ്റെ ആഴമാണ്. ഇത് നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. നമുക്കിന്നത് ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഒന്ന് ശാന്തമായിട്ട് ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ നോക്കാം. ഇനി ഒരിക്കൽ എന്ന് പറയുന്നിടത്ത് ഒന്നുകൂടെ 27 ഇനി ഒരിക്കൽ എന്നുള്ളത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും. അപ്പൊ ഇവിടെ ഒന്ന് മാറാൻ പോകുന്നു, വേറൊന്ന് കയറാൻ പോകുന്നു. അതാണ് ഇവിടുത്തെ ആശയം. ഒന്നുകൂടെ എന്നോട് ചേർന്ന് പറഞ്ഞു. ഒന്ന് മാറാൻ പോകുന്നു, ഒന്ന് കയറാൻ പോകുന്നു. എന്താണ് മാറാൻ പോകുന്നത്? ഇളക്കമുള്ളതാ മാറാൻ പോകുന്നത്. എന്താ കയറാൻ പോകുന്നത്? ഇളക്കമില്ലാത്തതാ കയറാൻ പോകുന്നത്. അപ്പൊ ഇളക്കമുള്ളത് മാറുന്നു, ഇളക്കമില്ലാത്തത് കയറുന്നു. ഇതിൻ്റെ ഈ പ്രയോഗം എബ്രായ ലേഖനത്തിലുടനീളമുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ 1-2 വാക്യങ്ങളൂടെ ഞാൻ പറയുന്നത് ദയവായി ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മളിപ്പോൾ വായിച്ചത് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങളാണെങ്കിൽ ഇനി 10-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിലേക്കും കൂടെ ഒന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലോട്ട് ഒന്ന് വന്നേ. എബ്രായർ 8:13. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. അപ്പൊ ഈ വാക്യത്തിലോട്ടും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 12-ാം അധ്യായത്തിൽ എബ്രായ ലേഖനകാരൻ പറഞ്ഞു ഇളകുന്നതാണ് ഇപ്പോൾ ഉള്ളത്, ഈ ഇളകുന്നത് മാറും, ഇളകാത്തത് കയറും. അത്രയും കിട്ടിയെങ്കിലും ഒന്ന് സ്തോത്രം ചെയ്തേ. ആ 12-ാം അധ്യായത്തിൽ ഇളകുന്നത് മാറുമെന്നും ഇളകാത്തത് കയറുമെന്ന് പറഞ്ഞത് തന്നെയാണ് എബ്രായ ലേഖനം 8:13 എബ്രായ ലേഖനകാരൻ വിശദീകരിക്കുന്നത്. പഴയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ, പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ മാത്രമല്ല, എബ്രായ ലേഖനത്തിൽ മാത്രം എബ്രായ ലേഖനകാരൻ 9 സ്ഥലത്ത് ഒന്ന് മാറും, ഒന്ന് കയറും, ഒന്ന് ഇറങ്ങിപ്പോകും,
വേറൊന്ന് വരും എന്ന പ്രയോഗമുണ്ട്. വിസ്താര ഭയത്താൽ ഞാൻ ആ എല്ലാ ഡീറ്റെയിൽഡും എടുത്ത് ഉള്ള വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്കായി തുറക്കപ്പെട്ട ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാം. ദയവായി നല്ലതായിട്ട് ഈ വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ പഴയതായത്, നീങ്ങിപ്പോകാൻ അടുത്തത്, ജീർണിച്ചത്? 8:13 നമ്മൾ അങ്ങനെയാണ് വായിച്ചത്. പഴയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ, പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കൂ ആ വാക്ക്, പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ എബ്രായ ലേഖനകാരൻ ഇത് എഴുതുന്ന സമയത്ത് നീങ്ങിപ്പോയിട്ടില്ല. പക്ഷേ എബ്രായ ലേഖനകാരൻ പറയുന്നു തൊട്ടടുത്ത് ഇത് നീങ്ങിപ്പോകാൻ പോവാണ്. ഇങ്ങോട്ട് നോക്കി തൊട്ടടുത്ത് ഇത് നീങ്ങിപ്പോകാൻ പോവാണ്. നീങ്ങിപ്പോവാൻ അടുത്തിരിക്കുന്നു. 8:13 അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞ എന്നോട് ചേർന്ന വാക്ക്, നീങ്ങിപ്പോവാൻ അടുത്തിരിക്കുന്നു. എബ്രായ ലേഖനകാരൻ പറയുമ്പോൾ അതാ പറയുന്നത്, നീങ്ങിപ്പോവാൻ അടുത്തിരിക്കുന്നു. ഇതേ പ്രയോഗമാണ് നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വന്നപ്പോൾ നമ്മൾ കണ്ടത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായത്തിന്റെ വാക്യങ്ങളിലോട്ടും കൂടെ ഒന്ന് വന്നേ. നമ്മളിപ്പോൾ വായിച്ചത് അത് എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായത്തിന്റെ വാക്യങ്ങൾ. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ എന്നൊക്കെ കണ്ടിട്ട് താഴേക്ക് എബ്രായർ 12:27 ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തതും നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പം ഇവിടെ അത് തന്നെയാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. 8 അധ്യായത്തിൽ പറഞ്ഞു നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു. പുതിയത് എന്ന വിശദീകരണം അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, പുതിയതെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒന്ന് പഴയതുണ്ടല്ലോ, അത് നീങ്ങിപ്പോകാൻ പോവാണ്. ഇവിടെ 12 അധ്യായത്തിൻ്റെ 27 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് ഇളക്കമുള്ളതിനും മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം ഇവിടെ എന്തോ ഒന്നും മാറുന്നു. ആ മാറുന്ന കാലയളവ് എബ്രായ ലേഖനകാരൻ 8:13 പറഞ്ഞപ്പോൾ പറഞ്ഞു വേഗത്തിൽ മാറിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നീങ്ങിപ്പോകുന്ന ഒന്ന് പുതിയൊന്ന് വരാൻ പോകുന്നു. ആ വരുന്നതിൻ്റെ പ്രത്യേകത അതിന് ഇളക്കമില്ല. എബ്രായ ലേഖനം എഴുതുന്ന സമയത്ത് അത് അടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. എബ്രായ ലേഖനം എഴുതുമ്പോൾ പറയുന്നു അത് അടുത്തിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞത് പഴയ നിയമ ന്യായപ്രമാണത്തിൻ്റെ യുഗം തന്നെയാണ്. പഴയ നിയമ ന്യായപ്രമാണത്തിൻ്റെ യുഗം അവസാനിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ ന്യായപ്രമാണം നിവർത്തിച്ച് കഴിഞ്ഞിട്ടും, ഇങ്ങോട്ട് നോക്കിയാൽ യേശുക്രിസ്തുവിൽ മോശയിക ന്യായപ്രമാണം നിവൃത്തിയായി കഴിഞ്ഞിട്ടും യെരുശലേം ദേവാലയത്തിൽ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ പിൻബലത്തിൽ ന്യായപ്രമാണത്തിൽ മോശ കൽപ്പിച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറയ്ക്ക് നടന്നു വന്നിരുന്നു. നിങ്ങൾക്ക് ആ ഭാഗം വായിച്ചാൽ അറിയാം. എന്നാൽ യേശു കാൽവരി ക്രൂശിൽ നിയമം നിവർത്തിച്ചുവെങ്കിലും, തൻ്റെ പ്രവൃത്തിയിലൂടെ നിയമം നിവർത്തിച്ചുവെങ്കിലും നീങ്ങിപ്പോയിട്ടില്ല. എന്തെപ്പോഴും ആ മൊസൈക് സിസ്റ്റം, മോശയിക ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി, അല്ലെങ്കിൽ പഴയത് ജീർണിച്ചിരിക്കുകയാണ്, നീങ്ങിപ്പോയിട്ടില്ല. എബ്രായ ലേഖനകാരൻ ഇത് എഴുതുമ്പോഴും നീങ്ങിപ്പോയിട്ടില്ല. പക്ഷേ എബ്രായ ലേഖനകാരൻ പറയുന്നു ഇത് നീങ്ങും, വേറൊന്ന് കയറും, ഇത് മാറും, വേറൊന്ന് കയറും. ഹല്ലേലൂയ. ഇളകുന്നത് മാറും, ഇളകാത്തത് കയറും. നിങ്ങൾ പ്രാപിക്കുന്നത് അതാണ്. എബ്രായ ലേഖനകാരൻ എഴുതി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയാൻ ഒക്കുകയില്ല. കൃത്യകണക്ക് പറഞ്ഞാൽ, ഏകദേശ കണക്കിലും കൃത്യകണക്കിലും പറഞ്ഞാൽ ഏതാണ്ട് 10 വർഷത്തിനിടയ്ക്ക് ന്യായപ്രമാണത്തിൻ്റെ ബേസായ, ന്യായപ്രമാണത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കേന്ദ്രമായ ജെറുസലേം ദേവാലയം ഇടിയുകയാണ്. AD 70 യെരുശലേം ദേവാലയം ഇടിയുന്നു. ന്യായപ്രമാണം ഫങ്ഷൻ ചെയ്ത സെൻറ്റർ തകർക്കപ്പെടുന്നു. ഇതോടുകൂടെ അവിടെ ഒരു പുതിയ യുഗം പിറവി ആരംഭിക്കുന്നു. ആ പുതിയ യുഗം നേരത്തെ ആരംഭിച്ചതാണ്. ആ പുതിയ യുഗം കാണപ്പെട്ട തരത്തിൽ വെളിപ്പെട്ടു വരുന്നു. ആ യുഗത്തിൻ്റെ പേരൊന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ യുഗം. ഹല്ലേലൂയ. ചേർന്നൊന്ന് കരമുയർത്തി പറഞ്ഞ് ദൈവരാജ്യ, 2 കരമൊന്ന് ഉയർത്തി സന്തോഷത്തോടൊന്ന് പറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ യുഗം. ചേർന്നൊന്ന് പറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ യുഗം. ദൈവമക്കളെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ യുഗം. ആ രാജ്യമാണ് നിങ്ങൾക്കും എനിക്കും കിട്ടിയിരിക്കുന്ന രാജ്യം. ആ രാജ്യമാണ് നിങ്ങൾക്കും എനിക്കും കിട്ടിയിരിക്കുന്ന രാജ്യം. അതുകൊണ്ട് ആ വാക്യം നമ്മൾ കണ്ടത്, ആ വാക്യം ഒന്നുകൂടെ കേട്ടെ. ഇനി ഇളക്കമില്ലാതെ, ഇനി 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 28.
ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് സൗരങ്ങളെ നോക്കി ഇളകാത്ത രാജ്യം പ്രാപിച്ചു എന്നല്ല പറഞ്ഞേ, പ്രാപിക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞ എബ്രായ ക്രിസ്ത്യാനികളോട് പറയാ, നിങ്ങൾക്ക് ഈ ഷിഫ്റ്റ് വരാൻ പോകുന്നു. ഒന്നിൽ നിന്ന് നിങ്ങൾ മറ്റൊന്നിലേക്ക് കയറാൻ പോകുന്നു. നിങ്ങൾ ഇന്ന് നിയമത്തിന്റെ യുഗത്തിലാണ്, എന്നാൽ കൃപയുടെ യുഗത്തിലേക്ക് നിങ്ങൾ കയറുവാൻ പോകുന്നു. ഈ ലേഖനം എഴുതി അവിടെ ചെന്നു. എബ്രായ ക്രിസ്ത്യാനികൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിയമയുഗത്തിന്റെ അവസാനമായ ദേവാലയത്തിന്റെ തകർച്ച നടക്കുന്നതും അതോട് ബന്ധപ്പെട്ട് മത്തായി 24 ആ തലമുറയിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. അപ്പോൾ അതോടുകൂടെ പുതിയൊരു ഷിഫ്റ്റിലേക്ക് പ്രവേശിച്ചു. ആ പ്രവേശിച്ച ഷിഫ്റ്റാണ് നമ്മളിപ്പോൾ വായിച്ച കാര്യം. നിങ്ങൾ ഞാൻ അവിടെ ആയിരിക്കുന്നത്, എവിടെ ആയിരിക്കുന്നതെന്ന് അറിയാതെ ഈ വാക്യം വായിച്ചിട്ട് കാര്യമില്ല. ഇളകാത്ത രാജ്യം ചേർന്ന് പറഞ്ഞു, ഇളകാത്ത രാജ്യം. ഒന്നുകൂടെ വായിച്ചോ, 28-ാമത്തെ വാക്യം. 28-ാമത്തെ വാക്യം, 28 എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വരട്ടെ, ഇതിനകത്ത് വരട്ടെ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി. ഹല്ലേലൂയ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇളകാത്ത രാജ്യം. എല്ലാവരും പല ആവർത്തി അത് വായിക്കൊണ്ട് പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഇളകാത്ത രാജ്യം. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം, ഇളകാത്ത രാജ്യം. ഒരു ശക്തിക്കും ഒരു ക്രിയകൾക്കും ഇളക്കാൻ പറ്റാത്ത ഒരു രാജ്യത്തിലാണ് ദൈവമക്കളെ നിങ്ങൾ ഞാനും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ രാജ്യത്തിൽ നിങ്ങൾക്കും എനിക്കും കിട്ടിയ ഒരു കാര്യത്തിന് പോലും ഇളക്കവും ചലനവും ഉണ്ടാവുകയില്ല. അതെല്ലാം സ്ഥിരമാണ്. കാരണം നിങ്ങൾ കയറിയിരിക്കുന്ന രാജ്യം സ്ഥിരമായ ദൈവരാജ്യമാണ്. ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ കൃപ ലഭിച്ചവര് കരങ്ങളെ അടിച്ചുകൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ട് സർവശക്തിയോടെ യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കാട്ടെ. യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയത്തിൻ്റെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ ഇറങ്ങി വന്ന് പറഞ്ഞ പ്രബോധനം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? അത് പ്രബോധനം വേറൊന്നുമല്ല, അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. There shall be no end. There shall be no end for his kingdom. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ആ രാജ്യത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. ആ രാജ്യം വരുന്നു, ശക്തിയോടെ വരുന്നു, മഹത്വത്തോടെ വരുന്നു. ആ രാജ്യം വെളിപ്പെട്ട് വരുന്നതിന് അന്ന് ഒരു തടസ്സമുണ്ടായിരുന്നു. ആ തടസ്സമായിരുന്നു നിയമത്തിൻ്റെ യുഗം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതാ നിയമത്തിൻ്റെ യുഗത്തിൻ്റെ ഒടുവിൽ യേശു വന്നു എന്ന് പറഞ്ഞ ദൈവരാജ്യം അതിൻ്റെ മഹാശക്തിയോടെ വെളിപ്പെടുന്ന ചിത്രമാണ് നാം കണ്ടത്. അപ്പം വാസ്തവത്തിൽ നിയമത്തിൻ്റെ യുഗം അവസാനിച്ചപ്പോൾ കൃപയുടെ യുഗം ആരംഭിച്ചു. ആ കൃപയുടെ യുഗം എന്നെനിക്ക് വിശേഷിപ്പിക്കാൻ താല്പര്യമില്ല, കാരണം യുഗത്തിനൊരു അവസാനമുണ്ട്, പക്ഷെ ദൈവരാജ്യത്തിന് അവസാനമില്ല. ആ രാജ്യത്തിലാണ് നിങ്ങൾ ഞാനും കയറിയിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയൊന്നും ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ ഒന്ന് വേണമെങ്കിൽ സ്വീകരിച്ചോ പെട്ടെന്ന്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇത് ഇളകാത്ത രാജ്യമാണ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞു, ഇളകാത്ത രാജ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്നേലും കിട്ടിയിട്ടുണ്ടോ? അത് ഒരാഴ്ച കഴിയുമ്പോൾ നഷ്ടപ്പെടുകയില്ല. ഈ കയറിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് എന്നേലും കിട്ടിയിട്ടുണ്ടോ? അത് ഒരാഴ്ച കഴിയുമ്പോൾ നഷ്ടപ്പെടുകയില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, ഇന്ന് വലിയ സമാധാനം കിട്ടി, തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പം ആ സമാധാനം ഇല്ലാതാവുകയില്ല. ഹല്ലേലൂയ. ഇന്ന് വലിയ രോഗസൗഖ്യം കിട്ടി, 7 ദിവസം കഴിയുമ്പം സൗഖ്യം തപ്പിയ കാണാത്ത ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. കാരണം നിങ്ങൾ കയറിയിരിക്കുന്ന രാജ്യം ഇളക്കമില്ലാത്ത രാജ്യമാണ്. ഓ ഹല്ലേലൂയ. ചേർന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് നന്ദി പറയാൻ തുടങ്ങിക്കോ. ഹല്ലേലൂയ. ഞാൻ കയറിയിരിക്കുന്ന രാജ്യം ഇളക്കമില്ലാത്ത രാജ്യമാണ്. ചേർന്ന് പറഞ്ഞു, ഞാൻ കയറിയിരിക്കുന്ന രാജ്യം ഇളക്കമില്ലാത്ത രാജ്യമാണ്. ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ കയറിയിരിക്കുന്ന രാജ്യം ഇളകാത്ത രാജ്യമാണ്. ഓ ഹല്ലേലൂയ. ഇളകുന്ന രാജ്യത്തിലെ അപ്പം 2 കൂട്ടരെ എബ്രായ ലേഖനകാരൻ ഇവിടെ കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കൂട്ടർ ഇളകുന്ന രാജ്യത്തിലെ ഭൗതിക നന്മ പ്രാപിച്ച് ഒതുങ്ങിയ കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ ഇളകാത്ത രാജ്യത്തിലെ നിത്യ നന്മ പ്രാപിച്ച് ഒതുങ്ങുന്നവരല്ല, തുടരുന്നവർ. ആരാ ഇളകിയ രാജ്യത്തിലെ നന്മ പ്രാപിച്ചത്? പഴയ നിയമവിശുദ്ധന്മാർ. ആരാ ഇളകാത്ത രാജ്യത്തിലെ കൃപ പ്രാപിച്ചത്? പുതിയ നിയമവിശുദ്ധന്മാർ. നമ്മൾ ആരാന്നറിയാമോ? പുതിയ നിയമവിശുദ്ധന്മാർ. യേശു ദൈവമെന്ന് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയവർ. ഓ പ്രിയരെ, നിങ്ങൾ കയറിയിരിക്കുന്ന രാജ്യം തന്നെ ഇളകാത്തതാണ്. രാജ്യം ഇളകാത്തതാണെങ്കിൽ രാജ്യത്തിൽ ഉള്ളതും ഇളകാത്തതാണ്. ഒരുമിച്ച് എല്ലാവരോടും ഒന്ന് സ്തോത്രം ചെയ്തേ. കർത്താവേ, അസാധ്യതകളില്ലാത്ത സർവശക്തനായ യേശുവേ, അങ്ങയുടെ വലിയ വചനത്തിൻ്റെ ശക്തിയെ ഈ മിനിറ്റിൽ തന്നെ ഈ ശരീരത്തിലേക്ക് അയക്കുമാറാകണമേ. പുനരുദ്ധാനത്തിൻ്റെ ജീവനെ അയക്കണമേ. സർവശക്തനായ യേശുവേ, അസാധ്യതകളില്ലാത്ത ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര, ഈ മകള് എന്നെ പറഞ്ഞു, ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു ഇതിൻ്റെ അവസ്ഥ?
ആരാ ഇത്? മോളാണോ? എൻ്റെ അപ്പച്ചിയാ ഇത്. അപ്പച്ചിയാ. എവിടാ ഇതിന്റെ ചികിത്സ ചെയ്തോണ്ടിരിക്കുന്നത്? എവിടാ ചികിത്സ ചെയ്തോണ്ടിരിക്കുക? എവിടുന്നാ പറഞ്ഞു 1 ലക്ഷം രൂപ മുടക്കി ഓപ്പറേഷൻ ചെയ്താലേ എഴുന്നേക്കുള്ളൂ? മെഡിക്കൽ കോളേജ്. കൊല്ലത്താ? മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത് നിന്നാ പറഞ്ഞേക്കാം. ഓ ഹല്ലേലൂയ, യേശുവേ ആരാധന. ഈ സമയത്ത് തന്നെ കർത്താവേ ആ കാലിലേക്ക് ജീവൻ കൊടുക്കണമേ കർത്താവേ. 1 രൂപയുടെ ചികിത്സ ഇല്ലാതെ ഇന്ന് ഈ അമ്മ എഴുന്നേറ്റ് നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും. കാലൊന്ന് ഉയർത്തിപ്പിടിച്ചോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. 1 രൂപയുടെ ചികിത്സ ഇല്ലാതെ ഇന്ന് ഈ മകൾ എഴുന്നേറ്റ് നടക്കുമെന്ന് ഞങ്ങൾ യേശുവേ എന്ന് വിളിച്ചോ. അമ്മ യേശുവേ എന്ന് വിളിച്ചോ. എനിക്ക് നടക്കണ യേശുവേ, എന്ന് നടക്കണ യേശുവേ, എടുക്കണേ നടക്കണ യേശുവേ. എല്ലാവരും ഒന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചേ. കർത്താവേ ഈ അമ്മയെ ഇന്ന് എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ഈ പാവത്തിന് പണമില്ല ഓപ്പറേഷൻ ചെയ്യുവാനായിട്ട്, പക്ഷേ ഒരു ഓപ്പറേഷനും കൂടാതെ അങ്ങേക്ക് ഈ മകളെ ഇപ്പോൾ എഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവശക്തിയുള്ള യേശുവിൻ്റെ കരം, സർവശക്തിയുള്ള എല്ലാവരും ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത്. ഓ ഇത്രയും വലിയ ജനക്കൂട്ടം ഒരുമിച്ച് കരമടിച്ചാൽ ഈ ശബ്ദമൊന്നും പോരാ. ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് യേശുവേ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ അപ്രമേയ ശക്തിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവമേ, അവിടത്തേക്ക് അസാധ്യതകളില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സമയത്ത് തന്നെ അങ്ങയുടെ വലിയ ശക്തി ഈ കാലുകളിലേക്ക് പടരുമാറാകട്ടെ. ഈ മകൾ ജീവനോടെ എഴുന്നേൽക്കട്ടെ, ശക്തിയോടെ എഴുന്നേൽക്കട്ടെ, അഭിഷേകത്തോടെ എഴുന്നേൽക്കട്ടെ, കർത്താവിൻ്റെ സാക്ഷിയാവട്ടെ. ഓ ഹല്ലേലൂയ. 1 ലക്ഷം രൂപ മുടക്കി ഓപ്പറേഷൻ ചെയ്താലും എഴുന്നേൽക്കുകയില്ല എന്ന്, എഴുന്നേൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞ കേസ് ഈ മിനിറ്റിൽ യേശുവിൻ്റെ ശക്തിയാൽ ചാടി എഴുന്നേൽക്ക്. ഓ അമേ 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 അമേ. ഓ ജീസസ്. കരങ്ങളെ അടിച്ചോണ്ട് യേശുവിന് ആരാധന കൊടുക്കുക. ഓ ശക്തിയോടെ നോക്കൂ നോക്കൂ. ആ അമ്മ എഴുന്നേറ്റ് ഓ മിടുക്കിയായിട്ട് നടക്കുന്നത് കാണുക. യേശുവേ ആരാധന. തിരിച്ചു വാ തിരിച്ചു വാ തിരിച്ചു വാ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് വരിക. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. സുമങ്ങിയമ്മ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുന്നത് കാണുക. എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? എന്നോട് പറഞ്ഞു എന്തിനാ കരയുന്നേ? സന്തോഷമായോ? സന്തോഷമായോ? കരയാതെ കരയാതെ കരഞ്ഞ എനിക്ക് സങ്കടം. വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.